പ്രഭാത വാർത്ത വിശദമായ വാർത്തകളിലേക്ക് കടക്കുകയാണ്. സംസ്ഥാനത്ത് ഇന്നും വ്യാപകമായ ശക്തമായി മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇന്ന് 9 ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ്. പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, ആലപ്പുഴ, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് ഉൾപ്പെടെ നാളെ 10 ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട്. തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത. മലയോര മേഖലകളിൽ മഴ കനത്തേക്കും. മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും കാറ്റിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ കേരള തീരത്തുനിന്ന് കടലിൽ പോകുന്നതിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. കേരള, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. എറണാകുളം വേങ്ങൂരിൽ മഞ്ഞപ്പിത്ത ബാധിതരുടെ എണ്ണം 200 കടന്നു. ഇതുവരെ രോഗം സ്ഥിരീകരിച്ചത് 217 പേർക്ക്. 2 പേരുടെ നില ഗുരുതരം. പഞ്ചായത്തിൽ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ കൂടുതൽ പരിശോധന നടത്തും. ശുദ്ധജല വിതരണത്തിൽ വീഴ്ച വരുത്തിയ വാട്ടർ അതോറിറ്റി ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്ന് പഞ്ചായത്ത് ഭരണസമിതി ആരോഗ്യമന്ത്രിയെ നേരിൽ കണ്ട് ആവശ്യപ്പെട്ടു. രോഗബാധിതർക്കായി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വീടുകയറിയുള്ള ധനസമാഹരണം ഇന്ന് ആരംഭിക്കും. മഞ്ഞപ്പിത്ത വ്യാപനം സ്ഥിരീകരിച്ച കളമശ്ശേരി നഗരസഭാ പരിധിയിൽ സൂപ്പർ ക്ലോറിനേഷൻ നടപടി തുടങ്ങി. ബോധവൽക്കരണത്തിന്റെ ഭാഗമായി വീടുകൾ തോറും നോട്ടീസുകളും കൈമാറി. നിലവിൽ 8 പേരാണ് നഗരസഭാ പരിധിയിൽ ആശുപത്രിയിൽ കഴിയുന്നത്. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച മലപ്പുറം സ്വദേശിയായ 5 വയസ്സുകാരി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുന്നു. ആരോഗ്യനിലയിൽ ഇപ്പോഴും പുരോഗതിയില്ല. അതീവ ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിൽ തുടരുകയാണ് കുട്ടി. വിദഗ്ധർ അടങ്ങുന്ന 6-അംഗ മെഡിക്കൽ ബോർഡാണ് കുട്ടിയെ പരിചരിക്കുന്നത്. 5 ഇനം മരുന്നുകളുടെ മിശ്രിതമാണ് ഇപ്പോൾ നൽകുന്നത്. ഫലപ്രദമെന്ന് കരുതുന്ന മരുന്ന് വിദേശത്തു നിന്ന് എത്തിക്കാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല. പകർച്ചവ്യാധികൾ സംസ്ഥാനത്ത് പടരുന്ന സാഹചര്യത്തിൽ ഇന്നും നാളെയും വ്യാപക ശുചീകരണ യജ്ഞം. ജൂലൈയിൽ ഡെങ്കിപ്പനി വ്യാപനം കൂടും എന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിലയിരുത്തൽ. ഇതിന് മുന്നോടിയായാണ് ഇന്നും നാളെയും സംസ്ഥാനമൊട്ടാകെ ശുചീകരണ പ്രവർത്തനം നടത്തുന്നത്. പ്രവർത്തനങ്ങൾ കൃത്യമായി നടത്തിയില്ലെങ്കിൽ പകർച്ചവ്യാധി വ്യാപനം വർദ്ധിക്കുമെന്നാണ് ആരോഗ്യവകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നു. കോഴിക്കോട് പന്തിരങ്കാവ് ഗാർഹിക പീഡന കേസിൽ പ്രതി രാഹുൽ പി ഗോപാലിന്റെ മാതാവിനും സഹോദരിക്കും ഇന്ന് പോലീസ് വീണ്ടും നോട്ടീസ് നൽകും. 2 തവണ ചോദ്യം ചെയ്യലിന് അന്വേഷണ സംഘം നോട്ടീസ് നൽകിയെങ്കിലും ആരോഗ്യ പ്രശ്നം ചൂണ്ടിക്കാട്ടി ഇരുവരും ഹാജരായില്ല. വിദേശത്തുള്ള രാഹുലിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം തുടരുന്നു. ഇന്നലെ ഇന്റർപോൾ ബ്ലൂ കോർണർ നോട്ടീസ് പുറത്തിറക്കിയിരുന്നു. ഫറോക്ക് ACPയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവിൽ ഡോക്ടർ ബിജോൺ ജോൺസൺ ഇന്ന് പോലീസിന് മുന്നിൽ ഹാജരായേക്കും. മെഡിക്കൽ നെഗ്ലിജൻസ് ആക്ട് പ്രകാരമാണ് ഡോക്ടർക്കെതിരെ മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. മെഡിക്കൽ കോളേജിന്റെ ആഭ്യന്തര അന്വേഷണവും നടക്കുന്നുണ്ട്. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഡോക്ടറെ സസ്പെൻഡ് ചെയ്തിരുന്നു. ആശുപത്രിയിലെ മറ്റ് ജീവനക്കാർക്ക് ഇതിൽ പങ്കുണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് 6-ാം വിരൽ നീക്കം ചെയ്യാനെത്തിയ 4 വയസ്സുകാരിയുടെ നാവിൽ ശസ്ത്രക്രിയ നടത്തിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 5-ാം ഘട്ട പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും. 6 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 49 സീറ്റുകളിലേക്കാണ് തിങ്കളാഴ്ച വോട്ടെടുപ്പ്. ബീഹാർ, ജമ്മുകശ്മീർ, ജാർഖണ്ഡ്, ലഡാക്ക്, മഹാരാഷ്ട്ര, ഒഡീഷ, ഉത്തർപ്രദേശ്, പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിലാണ് വോട്ടെടുപ്പ്. അമേഠി, റായ്ബറേലി മണ്ഡലങ്ങളാണ് 5-ാം ഘട്ടത്തിലെ ശ്രദ്ധാകേന്ദ്രങ്ങൾ. രാഹുൽ ഗാന്ധി, രാജ്നാഥ് സിംഗ്, പീയൂഷ് ഗോയൽ, സ്മൃതി ഇറാനി, ചിരാഗ് പസ്വാൻ, രാജീവ് പ്രതാപ് റൂഡി, ഉമർ അബ്ദുള്ള എന്നിവരാണ് 5-ാം ഘട്ടത്തിൽ ജനവിധി തേടുന്ന പ്രമുഖർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കോൺഗ്രസ് മുൻ അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും ഇന്ന് ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിടും. നോർത്ത് ഈസ്റ്റ് ഡൽഹി മണ്ഡലത്തിൽ മനോജ് തിവാരിക്ക് വേണ്ടിയാണ് പ്രധാനമന്ത്രി പ്രചാരണ റാലി നടത്തുക. ഹരിയാനയിലെ അംബാലയിലും സോനിപ്പത്തിലുമാണ് 2 റാലികളിലും പ്രധാനമന്ത്രി പങ്കെടുക്കുക. ചാന്ദ്നി ചൌക്ക്, നോർത്ത് വെസ്റ്റ് ഡൽഹി മണ്ഡലങ്ങളിൽ രാഹുൽ ഗാന്ധി പ്രചാരണം നടത്തും. പ്രിയങ്ക ഗാന്ധി ഇന്നും അമേഠി, റായ്ബറേലി മണ്ഡലങ്ങളിൽ പ്രചാരണം തുടരും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ അപ്രതീക്ഷിതമായുണ്ടായ പാളയത്തിൽപ്പെട ആം ആദ്മി പാർട്ടിക്ക് തലവേദനയാകുന്നു. മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ PA ബിഭവ് കുമാറിനെതിരെ പരാതി നൽകിയ സ്വാതി മലിവാൾ MPയും പാർട്ടി നേതൃത്വവും തുറന്ന പോരിലാണ്. സ്വാതി മലിവാൾ ഉടൻ പാർട്ടി വിട്ടേക്കും. വിവാദത്തിനു പിന്നിൽ BJP എന്നാണ് ആം ആദ്മി പാർട്ടിയുടെ വാദം. അരവിന്ദ് കെജ്രിവാളും മനീഷ് സിസോദിയും രൂപീകരിച്ച പരിവർത്തൻ സംഘടനയിലൂടെയാണ് സ്വാതി മലിവാളിന്റെ രാഷ്ട്രീയ പ്രവേശം.
അഴിമതിക്കെതിരായ അണ്ണാ ഹസാരെയുടെ പോരാട്ടത്തിലും നിർണായക പങ്കുവഹിച്ചു. 2015 ഡൽഹി വനിതാ കമ്മീഷൻ ചെയർപേഴ്സണായി സ്വാതി ചുമതലയേറ്റു. ഒടുവിൽ പാർട്ടി രാജ്യസഭാ സീറ്റും സ്വാതിക്ക് നൽകി. ആം ആദ്മി പാർട്ടിയുടെ വളർച്ചയ്ക്കൊപ്പം സഞ്ചരിച്ച സ്വാതി പെട്ടെന്നാണ് നേതാക്കളുടെ കണ്ണിലെ കരടായത്. ജയിലിൽ നിന്നുള്ള അരവിന്ദ് കെജ്രിവാളിന്റെ മടങ്ങിവരവ് ഊർജ്ജമാക്കാനുള്ള ആം ആദ്മിയുടെ ശ്രമത്തിനിടെയാണ് ഇടുത്തി പോലെ സ്വാതി മലിവാളിന്റെ ആരോപണം. മുഖ്യമന്ത്രിയുടെ വസതിയിലെത്തിയ തന്നെ അരവിന്ദ് കെജ്രിവാളിന്റെ PA വിഭവ് കുമാർ മർദ്ദിച്ചെന്നാണ് സ്വാതിയുടെ ആരോപണം. തുടക്കത്തിൽ സ്വാതി മലിവാളിന്റെ ആരോപണം പരിശോധിക്കുമെന്നും ആവശ്യമായി നടപടിയെടുക്കുമെന്നുമായിരുന്നു ആം ആദ്മി പാർട്ടി നേതാക്കളുടെ പ്രതികരണം. സ്വാതിയെ പിന്തുണച്ചും സ്ത്രീ സുരക്ഷയിൽ ആശങ്ക പ്രകടിപ്പിച്ചും BJP കളത്തിലിറങ്ങിയതോടെ കഥ മാറി. മുഖ്യമന്ത്രിയുടെ വസതിയിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി സ്വാതി മലിവാൾ തർക്കത്തിലേർപ്പെടുന്നതിന്റെ ദൃശ്യങ്ങൾ ആം ആദ്മി പാർട്ടി പുറത്തുവിട്ടു. മാധ്യമങ്ങളെ കണ്ട മന്ത്രി അതിഷി സഹപ്രവർത്തകയ്ക്കെതിരെ ആഞ്ഞടിച്ചു. സ്വാതി മലിവാൾ BJPയുടെ ഏജന്റ് എന്നാണ് ആരോപണം. ഇതോടെയാണ് എക്സ് പ്രൊഫൈലിൽ നിന്ന് അരവിന്ദ് കെജ്രിവാളിന്റെ ചിത്രം ഉൾപ്പെടെ നീക്കി സ്വാതി പ്രതിഷേധമറിയിച്ചത്. പൊളിറ്റിക്കൽ ഹിറ്റ്മാൻ കളി തുടങ്ങിയെന്ന സ്വാതിയുടെ എക്സ്പോസ്റ്റും മറ്റൊരു തരത്തിൽ കെജ്രിവാളിനെതിരെയുള്ള ഒളിയമ്പാണ്. ആം ആദ്മി പാർട്ടി തള്ളിപ്പറഞ്ഞതോടെ സ്വാതിയുടെ രാഷ്ട്രീയ ഭാവി അനിശ്ചിതത്വത്തിലായി. സ്വാതി മലിവാൾ പാർട്ടി വിട്ടാൻ ആം ആദ്മിക്ക് തിരിച്ചടിയാവുക തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, ഡൽഹിയിലും പുറത്തും സാമൂഹ്യ പ്രവർത്തനങ്ങളിലൂടെ ജനപ്രീതി നേടിയ വ്യക്തിയാണ് സ്വാതി മലിവാൾ. അനുനയത്തിനുള്ള സാധ്യത ഇരുപക്ഷത്തിൽ നിന്നും ഉണ്ടായിട്ടില്ല. 24 ഡൽഹി. അതിക്രമം നേരിട്ടെന്ന ആം ആദ്മി പാർട്ടി രാജ്യസഭാ MP സ്വാതി മലിവാളിന്റെ പരാതിയിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ PA വിഭവ് കുമാറിനെ ഡൽഹി പോലീസ് ഉടൻ ചോദ്യം ചെയ്യും. സ്വാതി മലിവാളുമൊത്ത് കെജ്രിവാളിന്റെ വസതിയിൽ പരിശോധന നടത്തിയ പോലീസും ഫോറൻസിക് വിദഗ്ധരും തെളിവുകൾ ശേഖരിച്ചിരുന്നു. ഇതിനിടെ സ്വാതിക്കെതിരെ പരാതി നൽകിയ വിഭവ് കുമാർ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ സ്വാതി അതിക്രമിച്ചു കയറിയെന്നും തന്നെ തള്ളിയെന്നും ആരോപിക്കുന്നു. വിഭവിന്റെ പരാതിയിലും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അന്വേഷണവുമായി സഹകരിക്കാതിരുന്ന വിഭവ് കുമാറിനോട് ഇന്ന് ഹാജരാകാൻ വനിതാ കമ്മീഷൻ നിർദ്ദേശം നൽകി. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ പേഴ്സണൽ അസിസ്റ്റന്റിനെതിരായ പരാതിയിൽ ആം ആദ്മി പാർട്ടിക്കെതിരെ കോൺഗ്രസ്. AAP MP സ്വാതി മലിവാൾ നേരിട്ടത് കടുത്ത അനീതിയാണെന്ന് കോൺഗ്രസ് നേതാവ് അധിർ രഞ്ജൻ ചൌധരി പറഞ്ഞു. സംഭവത്തിൽ കുറ്റക്കാരനെതിരെ കർശന നടപടിയെടുക്കണമെന്നും അധിർ രഞ്ജൻ ചൌധരി ആവശ്യപ്പെട്ടു. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. ബൽറാം, ഇത് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം വളരെ നിർണായകമായ ഒരു സമയമാണ്. ഇതിനിടയിലൊരു ആഭ്യന്തര പ്രശ്നം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അത് പരിഹരിക്കുക എന്നതിലേക്ക് കടക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. പക്ഷേ പരിഹാരമില്ലാത്ത വിധം ഇത് നീളുകയുമാണ്. വലിയ വിവാദങ്ങൾ. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? സ്മിത, ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം തീർത്തും രാഷ്ട്രീയമായ ഒരു പ്രതിസന്ധി തന്നെയാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇടക്കാല ജാമ്യത്തിൽ പുറത്തിറങ്ങിയത് പാർട്ടിക്ക് വലിയ ആശ്വാസമായിരുന്നു. എന്നാൽ അതിന്റെ ശോഭ കെടുത്തുന്ന നിലയിലാണ് പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ വീണ്ടും തലപൊക്കിയിരിക്കുന്നത്. പാർട്ടിയുടെ MP ആയ സ്വാതി മലിവാൾ തന്നെ മുഖ്യമന്ത്രിയുടെ ആദ്മി പാർട്ടി ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. കെജ്രിവാളിന്റെ പേഴ്സണൽ അസിസ്റ്റന്റിനെതിരായ പരാതിയിൽ ആം ആദ്മി പാർട്ടിക്കെതിരെ കോൺഗ്രസ് രംഗത്തെത്തിയിരിക്കുന്നു. സ്വാതി മലിവാൾ നേരിട്ടത് കടുത്ത അനീതിയാണെന്നാണ് കോൺഗ്രസ് നേതാവ് അധിർ രഞ്ജൻ ചൌധരിയുടെ പ്രതികരണം. കർശന നടപടി ഉണ്ടാകണമെന്ന ആവശ്യവും ഉന്നയിക്കുന്നുണ്ട്. ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകുകയായിരുന്നു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കുന്നു. മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി ഇന്ന് കോഴിക്കോട് ചേരും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവലോകനം പ്രധാന അജണ്ട. മലപ്പുറത്തും പൊന്നാനിയിലും മികച്ച ഭൂരിപക്ഷം നേടുമെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. ഇടഞ്ഞു നിൽക്കുന്ന സമസ്തയിലെ ഒരു വിഭാഗത്തോട് സ്വീകരിക്കേണ്ട നിലപാടും യോഗം ചർച്ച ചെയ്യും. ജൂലൈ മാസത്തിൽ ഒഴിവുവരുന്ന രാജ്യസഭാ സീറ്റ് സംബന്ധിച്ചും ചർച്ചയുണ്ടാകും. സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിന്റെ ഗൾഫ് എഡിഷൻ ഉദ്ഘാടനം ഇന്നാണ്. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി എന്നിവർ ക്ഷണിതാക്കളാണെങ്കിലും യോഗമുള്ളതിനാൽ ഇരുവരും പങ്കെടുക്കില്ല. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ലീഗ് പ്രവർത്തകൻ സുപ്രഭാതം കത്തിച്ചത് വലിയ വിവാദമായിരുന്നു. മാധ്യമപ്രവർത്തകൻ ജോൺ മുണ്ടക്കയത്തിന്റെ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെ സോളാർ വിവാദം വീണ്ടും കത്തിപ്പടരുമ്പോൾ ഇരുമുന്നണികളും പ്രതിരോധത്തിൽ. സമരം ഒത്തുതീർപ്പാക്കാൻ ആര് മുൻകൈയെടുത്തു എന്നതിൽ തർക്കമുണ്ടെങ്കിലും ചർച്ച നടന്നു എന്ന് ഇരുകൂട്ടരും സമ്മതിക്കുന്നു. അണികളോട് എങ്ങനെ മറുപടി പറയുമെന്ന ആശയക്കുഴപ്പത്തിലാണ് നേതൃത്വം. മുതിർന്ന മാധ്യമപ്രവർത്തകനായ ജോൺ മുണ്ടക്കയം സമകാലിക മലയാളം വാരികയിൽ എഴുതിയ ഒരു ലേഖനം. ആ ലേഖനം കേരള രാഷ്ട്രീയത്തിൽ വീണ്ടും സോളാർ ചർച്ചകൾക്ക് വഴി തുറന്നു. ജോൺ ബ്രിട്ടാസ് തന്നെ വിളിച്ച് സംസാരിച്ചതാണ് സോളാർ സമരം ഒത്തുതീർപ്പിന്റെ തുടക്കമെന്നാണ് ജോൺ മുണ്ടക്കയത്തിന്റെ വെളിപ്പെടുത്തൽ. LDFിനെ, പ്രത്യേകിച്ചും CPMനെ വല്ലാതെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് ഈ വെളിപ്പെടുത്തൽ. UDFനും പരിക്കേറ്റ തുറന്നുപറച്ചിലാണ് ജോൺ മുണ്ടക്കയത്തിൻ്റെത്. അതുകൊണ്ടുതന്നെയും ഇരുമുന്നണികളുടെയും നേതാക്കൾ കരുതലോടെയാണ് കഴിഞ്ഞ ദിവസം ഇക്കാര്യത്തിൽ പ്രതികരിച്ചത്.
പല പ്രധാനപ്പെട്ട നേതാക്കളും പ്രതികരണം നടത്തിയതുമില്ല. പാർട്ടി ഒറ്റക്കെട്ടായി തീരുമാനിക്കുന്ന ക്യാപ്സ്യൂളുകളാവും നേതാക്കൾ ഇനി പറയുകയെന്ന് ഉറപ്പ്. സമരം ഇരുമുന്നണികളുടെയും ധാരണ പ്രകാരമാണ് അവസാനിച്ചതെന്ന് വ്യക്തമായി. പക്ഷേ അപ്പോഴും ചോദ്യങ്ങൾ ബാക്കിയാണ്. ഒത്തുതീർപ്പിന് ആര് മുൻകൈയെടുത്തുവെന്നാണ് പ്രധാന ചോദ്യം. ജോൺ ബ്രിട്ടാസിനെ മുൻനിർത്തി CPIM ആണ് ഒത്തുതീർപ്പിന് ശ്രമിച്ചതെന്നാണ് ജോൺ മുണ്ടക്കയത്തിന്റെ വെളിപ്പെടുത്തൽ. ജോൺ ബ്രിട്ടാസ് ഇക്കാര്യം നിഷേധിച്ച് ഒത്തുതീർപ്പിന് മുൻകൈയെടുത്തത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞു. തിരുവഞ്ചൂരാകട്ടെ നേരെ തിരിച്ചു. അന്ന് നടന്ന ഒത്തുതീർപ്പ് വ്യവസ്ഥയിൽ എന്ത് ധാരണയാണ് ഉണ്ടാക്കിയതെന്നാണ് മറ്റൊരു ചോദ്യം. അതിനേക്കാൾ പ്രധാനപ്പെട്ട ചോദ്യം, ഇത്രകാലവും ഈ ഒത്തുതീർപ്പിനെക്കുറിച്ച് പുറത്തു പറയാത്ത ജോൺ മുണ്ടക്കയം ഇപ്പോൾ വെളിപ്പെടുത്തലുമായി വന്നതെന്തിനാണ്? എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടിയേക്കണമെന്നില്ല. എങ്കിലും അടുത്ത കുറച്ചു ദിവസത്തേക്ക് കേരള രാഷ്ട്രീയം വീണ്ടും സോളാറിൽ ചുറ്റിത്തിരിയും. 24 തിരുവനന്തപുരം. വിദേശ സന്ദർശനം കഴിഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് തിരിച്ചെത്തി. മുൻപ് തീരുമാനിച്ചതിനേക്കാൾ നേരത്തെയാണ് മുഖ്യമന്ത്രി എത്തിയത്. ഇന്ന് ദുബൈയിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്ത ശേഷമേ മടങ്ങൂ എന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. സലിം മാലിക് ചേരുന്നുണ്ട് തിരുവനന്തപുരത്തു നിന്ന് വിവരങ്ങളുമായി. സലിം, മുഖ്യമന്ത്രി എപ്പോഴാണ് എത്തിയത്? സിംഗപ്പൂരിൽ നിന്നും ഇതുപോലെ തന്നെ നിശ്ചയിച്ചതിൽ നിന്ന് മുൻപേ ദുബൈയിലേക്ക് പുറപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇപ്പോഴിതാ ദുബൈയിൽ നിന്നും നേരത്തെ തന്നെ എത്തിയിരിക്കുന്നു. മുഖ്യമന്ത്രി കേരളത്തിൽ തിരിച്ചെത്തുന്നു. അത് മുൻകൂട്ടി നിശ്ചയിച്ചതിനേക്കാൾ വളരെ നേരത്തെ കേരളത്തിൽ നിന്നും മുഖ്യമന്ത്രി തിരിച്ചെത്തുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് ഇന്ന് വൈകുന്നേരത്തോടു കൂടിയൊക്കെ എത്തുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. ആദ്യം അറിയിച്ചിരുന്നത് തിങ്കളാഴ്ച എത്തുമെന്നായിരുന്നു. അത് വെട്ടിച്ചുരുക്കിയാണ് വീണ്ടും ഈ വിദേശ സന്ദർശനം വെട്ടിച്ചുരുക്കി തിങ്കളാഴ്ചയിലേക്കാക്കിയത്. അതിനുശേഷം വീണ്ടും ഇപ്പോൾ ഇന്ന് പുലർച്ചെ 3:15 അപ്രതീക്ഷിതമായി മുഖ്യമന്ത്രി എത്തുകയായിരുന്നു. മാത്രമല്ല, ഇവിടെ സാധാരണഗതിയിൽ മുഖ്യമന്ത്രി വിദേശ സന്ദർശനം കഴിഞ്ഞ് തിരിച്ചെത്തിയാൽ സ്വീകരിക്കാനായി ചീഫ് സെക്രട്ടറിയും മറ്റ് സന്നാഹങ്ങളുമൊക്കെ ഉണ്ടാകാറുണ്ട്. അത്തരത്തിൽ ഒരു സന്നാഹങ്ങളും ഇത്തവണ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ചുമതലയുള്ള കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. മുഖ്യമന്ത്രി തിരിച്ചെത്തിയതറിഞ്ഞ് മറ്റ് കൂടുതൽ സുരക്ഷ ഏർപ്പെടുത്തി എന്നതിനപ്പുറത്തേക്ക് മുഖ്യമന്ത്രി വളരെ വേഗത്തിൽ തിരിച്ചെത്തി എന്നുള്ളതാണ്. ഇന്തോനേഷ്യ, സിംഗപ്പൂർ, ദുബായ് എന്നീ സ്ഥലങ്ങൾ സന്ദർശിച്ച ശേഷമാണ് മുഖ്യമന്ത്രി മടങ്ങിയത്. വലിയ വിവാദമായിരുന്നു ഈ സന്ദർശനം തന്നെ, വലിയ വിവാദമായിരുന്നു. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി മറ്റ് സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോകാതെ വിദേശത്തേക്ക് പോയി എന്നുള്ള വിവാദം പ്രതിപക്ഷം ഉൾപ്പെടെ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അതിനിടയിലാണ് ഓരോ ഘട്ടത്തിലും മുഖ്യമന്ത്രി ഈ നിലയിൽ തന്നെ ഈ യാത്ര വെട്ടിച്ചുരുക്കിക്കൊണ്ടേയിരുന്നത്. ആദ്യഘട്ടത്തിൽ കഴിഞ്ഞ മന്ത്രിസഭാ യോഗം അത് സിംഗപ്പൂരിൽ വെച്ച് ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്നായിരുന്നു ആദ്യം അറിയിച്ചത്. പക്ഷേ അത് സിംഗപ്പൂരിലെ യാത്ര വെട്ടിച്ചുരുക്കി വളരെ വേഗത്തിൽ മുഖ്യമന്ത്രി ദുബായിലേക്ക് എത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ആ യാത്ര വളരെ വേഗത്തിലാക്കി കേരളത്തിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നത്. പുലർച്ചെ 3:15 തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി എത്തി. മാത്രമല്ല, മറ്റൊരു കാര്യം, മുഖ്യമന്ത്രി ഇവിടേക്ക് എത്തിയതിനു ശേഷം ഇനി പല വിവാദ വിഷയങ്ങളും കേരളത്തിലുണ്ട്. ആ വിഷയങ്ങളിലൊക്കെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള മറുപടി ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിലും ഒരു വ്യക്തതയില്ല. മുഖ്യമന്ത്രിയും കുടുംബവും ഒന്നിച്ചാണ് ഈ യാത്ര പോയത്. അതിൽ മുഹമ്മദ് റിയാസ്, PA മുഹമ്മദ് റിയാസ് മടങ്ങിയെത്തിയിട്ടില്ല. മുഹമ്മദ് റിയാസ് ഇന്ന് ദുബായിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്തതിന് ശേഷമാകും തലസ്ഥാനത്തേക്ക് മടങ്ങിയെത്തുക. സ്മിത, സലിം മാലിക്കാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഇനി മറ്റൊരു റിപ്പോർട്ടിലേക്ക് പോകുന്നു. കാസർഗോഡ് പടന്നക്കാട് 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികാതിക്രമത്തിനിരയാക്കിയ കേസിൽ കസ്റ്റഡിയിലുള്ള യുവാവിന്റെ DNA പരിശോധനാ ഫലം ഇന്ന് വരും. ഇന്നലെ രാത്രി നോർത്ത് DIG തോംസൺ ജോസിന്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് അവലോകന യോഗം ചേർന്നു. SP P ബിജോയും മറ്റ് അന്വേഷണ ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. പ്രദേശവാസികളെ കേന്ദ്രീകരിച്ചു തന്നെയാണ് നിലവിൽ അന്വേഷണം. പോലീസ് കസ്റ്റഡിയിലുള്ള യുവാവാണോ പ്രതിയെന്ന കാര്യത്തിൽ പോലീസിന് വ്യക്തതയില്ല. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതായി പറയുന്ന സമയത്ത് സമീപത്തെ വീട്ടിൽ നിന്ന് ലഭിച്ച CCTV ദൃശ്യം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ദൃശ്യങ്ങളിൽ വ്യക്തതയില്ലാത്തത് പ്രതിയെ കണ്ടെത്താനുള്ള പോലീസിന്റെ ശ്രമത്തിന് തിരിച്ചടിയായി. കഴിഞ്ഞ ബുധനാഴ്ച പുലർച്ചെ 2:30 വീട്ടിൽ ഉറങ്ങിക്കിടന്ന പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികാതിക്രമത്തിന് ഇരയാക്കുകയും കാതിലെ സ്വർണ്ണക്കമ്മൽ കവരുകയും ചെയ്തതെന്നാണ് കേസ്. കാസർഗോഡ് കാറടുക്ക അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി തട്ടിപ്പു കേസിൽ പ്രധാന പ്രതികൾക്കായി അന്വേഷണം തുടരുന്നു. കർണാടകയിലേക്ക് രക്ഷപ്പെട്ട 1-ാം പ്രതി K രതീശൻ, 2-ാം പ്രതി ജബ്ബാർ എന്നിവർക്കായാണ് പോലീസ് വല വിരിച്ചിട്ടുള്ളത്. ജബ്ബാറാണ് തട്ടിപ്പിന്റെ സൂത്രധാരൻ എന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക നിഗമനം. ബാങ്ക് സെക്രട്ടറിയും CPIM ലോക്കൽ കമ്മിറ്റി അംഗവുമായിരുന്ന K രതീശൻ, കണ്ണൂർ താണ സ്വദേശി ജബ്ബാർ എന്നിവരാണ് കേസിലെ മുഖ്യപ്രതികൾ. സ്വർണം മോഷ്ടിക്കാനും ഇത് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വിനിയോഗിക്കാനും രതീഷിനെ സഹായിച്ചത് ജബ്ബാറാണ്. ബംഗളൂരുവിൽ ഫ്ളാറ്റ് വാങ്ങാനാണ് ഇരുവരും സഹകരണ സ്ഥാപനത്തിൽ തട്ടിപ്പ് നടത്തിയതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ.
വയനാട്ടിൽ കെ രതീശൻ വാങ്ങിയ ഭൂമിയും ജബ്ബാറിന്റെ പേരിലാണ്. ബാങ്കിൽ നിന്ന് 4.76 കോടി തട്ടിയെടുക്കാൻ ജബ്ബാറും രതീശനും കൃത്യമായ ആസൂത്രണം നടത്തിയെന്നും അന്വേഷണ സംഘം വിലയിരുത്തുന്നു. കേസിൽ കഴിഞ്ഞ ദിവസം പിടിയിലായ മുസ്ലിം ലീഗ് പ്രാദേശിക നേതാവ് ഉൾപ്പെടെയുള്ള പ്രതികൾ രതീശൻ നൽകിയ സ്വർണം മറ്റു ബാങ്കുകളിൽ പണയം വെച്ചെന്നും കണ്ടെത്തിയിട്ടുണ്ട്. അന്വേഷണ സംഘം ബംഗളൂരുവിൽ എത്തുന്നതിന് മുൻപ് ഇവരോടൊപ്പം ഉണ്ടായിരുന്ന രതീശനും ജബ്ബാറും പോലീസിന്റെ കണ്ണുവെട്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു. ജില്ലാ ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്ത കേസിൽ ഇരുവർക്കുമായി കർണാടക, ഗോവ എന്നീ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. 24 കാസർഗോഡ്. മോർണിംഗ് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. KSRTC ഡ്രൈവർ LH യദുവിനെതിരായ പരാതിയിൽ മേയർ ആര്യ രാജേന്ദ്രന്റെ രഹസ്യമൊഴി തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതി ഉടൻ രേഖപ്പെടുത്തും. കന്റോൺമെന്റ് പോലീസ് നൽകിയ അപേക്ഷയിലാണ് കോടതി നടപടി. യദു ലൈംഗിക ചേഷ്ട കാണിച്ചെന്നാണ് മേയറുടെ പരാതി. കേസ് അന്വേഷണത്തിൽ നിർണായക തെളിവാകേണ്ടിയിരുന്ന ബസ്സിനുള്ളിലെ CCTV മെമ്മറി കാർഡ് ഇപ്പോഴും കാണാമറയത്താണ്. കണ്ടക്ടറെയും യദുവിനെയും ചോദ്യം ചെയ്തെങ്കിലും ഒരു സൂചനയും കിട്ടിയില്ല. കോടതി നിർദ്ദേശത്തെ തുടർന്ന് മേയർക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസുകളിൽ ആര്യയുടെ മൊഴി ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല. ഫോർട്ട് കൊച്ചിയിൽ മുൻ വൈരാഗ്യത്തെ തുടർന്ന് സുഹൃത്ത് കുത്തിക്കൊലപ്പെടുത്തിയ ബിനോയ് സ്റ്റാൻലിയുടെ മൃതദേഹം ഇന്ന് സംസ്കരിക്കും. വൈകിട്ട് 3-ന് ഫോർട്ട് കൊച്ചി സൗദി ആരോഗ്യമാതാ പള്ളിയിലാണ് സംസ്കാരം. കൊലപാതകത്തിൽ പ്രതി അലൻ ജോസിനെ കോടതി ഇന്നലെ റിമാൻഡ് ചെയ്തു. 14 ദിവസത്തേക്കാണ് റിമാൻഡ്. ഇന്നലെ പ്രതിയുമായി നടത്തിയ തെളിവെടുപ്പിൽ കൊലയ്ക്ക് ഉപയോഗിച്ച കത്തിയും മൊബൈൽ ഫോണും ഉൾപ്പെടെ പോലീസ് കണ്ടെത്തിയിരുന്നു. കൊലപാതകം നടന്ന സ്ഥാപനം പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ഇവിടെ പ്രതിയുമായി എത്തിയപ്പോൾ നാട്ടുകാരുടെ പ്രതിഷേധമുണ്ടായതിനാൽ തെളിവെടുപ്പ് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. റിമാൻഡിൽ കഴിയുന്ന അലൻ ജോസിനെ വിശദമായി ചോദ്യം ചെയ്യുന്നതിനു വേണ്ടി പോലീസ് ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും. കൊച്ചി പനമ്പിള്ളി നഗറിൽ നവജാത ശിശുവിനെ എറിഞ്ഞു കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ മാതാവിന്റെ റിമാൻഡ് കാലാവധി ഇന്ന് അവസാനിക്കും. പ്രതിയുടെ ആരോഗ്യസ്ഥിതി മോശമായതിനാൽ പോലീസിന് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനും തെളിവെടുപ്പ് നടത്താനും സാധിച്ചില്ല. യുവതി കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. പരമാവധി തെളിവുകൾ സമാഹരിച്ചു എന്നാണ് പോലീസിന്റെ വിശദീകരണം. പ്രതിയുടെ ജാമ്യാപേക്ഷ കോടതി നേരത്തെ തള്ളിയിരുന്നു. പെൺകുട്ടിയുടെ ആൺസുഹൃത്ത് ഒളിവിലാണ്. ഇയാൾക്കെതിരെ പെൺകുട്ടിയുടെ മൊഴി പ്രകാരം ഹിൽ പാലസ് പോലീസ് കേസെടുത്തിരുന്നു. ഇനി കായിക വാർത്തകൾ. IPL ഇന്ന് വെർച്വൽ നോക്കൌട്ട് പോരാട്ടം. പ്ലേ ഓഫിലെത്തുന്ന അവസാന ടീമാകാൻ ചെന്നൈ സൂപ്പർ കിങ്സും റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും തമ്മിൽ ഇന്ന് മരണക്കളിയാണ്. രാത്രി 7:30 ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിലാണ് മത്സരം. 2-1 ഇന്നറിയാം. പ്ലേ ഓഫിൽ കിടക്കുന്നത് വിരാട് കോഹ്ലിയുടെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവോ അതോ MS ധോണിയുടെ ചെന്നൈ സൂപ്പർ കിങ്സോ? ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ഇന്ന് പെരിയ പോരാട്ടം. 13 മത്സരങ്ങളിൽ 14 പോയിന്റുള്ള ചെന്നൈക്ക് പ്ലേ ഓഫിലെത്താൻ 3 വഴികൾ. ആദ്യത്തേത് ഏറ്റവും ലളിതം, RCBയെ തോൽപ്പിച്ചാൽ മതി. രണ്ടാമത്തേത് മഴ കളിമുടക്കിയാലും കോളടിക്കുന്നത് ചെന്നൈക്കാണ്. കിട്ടുന്ന 1 പോയിന്റുമായി മുന്നോട്ട് പോകാം. ബംഗളൂരുവിൽ ഇന്ന് മഴയ്ക്ക് 80% സാധ്യതയുണ്ടെന്ന കാലാവസ്ഥാ പ്രവചനമാണ് ഇങ്ങനെ പറയാൻ കാരണം. മൂന്നാമത്തേത് RCBക്കെതിരെ തോൽവി 18 റൺസിൽ താഴെയാവണം. മികച്ച റൺ റേറ്റിന്റെ അടിസ്ഥാനത്തിൽ പ്ലേ ഓഫിലെത്താം. ഇനി RCBയുടെ സാധ്യതകൾ എന്തൊക്കെയെന്ന് നോക്കാം. ആദ്യം ബാറ്റ് ചെയ്യുകയാണെങ്കിൽ 18 റൺസിന് ജയിക്കണം. ഇനി ചേസിംഗ് എങ്കിൽ 11 പന്ത് ബാക്കി നിൽക്കെ വിജയലക്ഷ്യം മറികടന്നേ പറ്റൂ. ഈ മത്സരത്തിന്റെ ടിക്കറ്റുകളെല്ലാം നിമിഷങ്ങൾക്കകമാണ് വിറ്റുപോയത്. ഈ സീസണിലെ ഏറ്റവും ആവേശകരമായ മത്സരം എന്നത് കൊണ്ട് മാത്രമല്ലത്, ഒരുപക്ഷെ MS ധോണിയുടെ അവസാന IPL മത്സരമാകുമോ എന്നതുകൊണ്ടുകൂടിയാണ്. ഈ സീസണിനൊടുവിൽ MS ധോണി വിരമിച്ചേക്കുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമാണ്. ചെന്നൈക്ക് പ്ലേ ഓഫിൽ കടക്കാനായില്ലെങ്കിൽ മഹേന്ദ്രജാലം അവസാനമായി കാണാനുള്ള അവസരമാകുമിത്. സ്പോർട്സ് ഡെസ്ക് 24. ജർമ്മൻ ലീഗിൽ ഇന്ന് അവസാന റൗണ്ട് മത്സരങ്ങൾ. ബയർ ലെവർക്യൂസൻ, ബയൺ മ്യൂണിക്, ബൊറൂസിയ ടീമുകൾക്കെല്ലാം ഇന്ന് മത്സരമുണ്ട്. രാത്രി 7-നാണ് എല്ലാ മത്സരങ്ങളും. ബയണിന്റെ 11 സീസൺ നീണ്ട അപ്രമാദിത്വത്തിന് അവസാനമായ സീസണാണ് അവസാനിക്കുന്നത്. അപരാജിത കുതിപ്പിലൂടെ ബയർ ലെവർക്യൂസൻ ജേതാക്കളാവുകയായിരുന്നു. ഗൂഗിളിന്റെ വാർഷിക ഡെവലപ്പർ കോൺഫറൻസായ ഗൂഗിൾ I/O 2024 നിരവധി AI അധിഷ്ഠിത സേവനങ്ങളാണ് കമ്പനി പുറത്തിറക്കിയത്. ആൻഡ്രോയിഡ് 15 ഗൂഗിൾ അസിസ്റ്റന്റിന് പകരം വരുന്ന ജെമിനി, AI അധിഷ്ഠിത തെരച്ചിൽ എന്നിവ പ്രധാന പ്രഖ്യാപനങ്ങളിൽ പെടുന്നു.
മൗണ്ടൻ വ്യൂവിലെ ഷോർലൈൻ ആംഫി തിയേറ്റർ ഒളിപ്പിച്ച വിസ്മയങ്ങൾക്കായി കാത്തിരുന്ന ടെക് പ്രേമികൾക്ക് നിരാശരാകേണ്ടി വന്നില്ല. IO എന്നെഴുതിയ ഗൂഗിൾ കളർ തീമിലെ വെള്ളക്കപ്പും കളറും AI-യും വാരിക്കോരി മിക്സ് ചെയ്ത വേദിയും തകർപ്പൻ സംഗീതവും കോൺഫറൻസിനെത്തിയവരെ ആവേശത്തിലാറാടിച്ചു. ഗൂഗിളിന്റെ ജനറേറ്റീവ് AI മ്യൂസിക് പരീക്ഷണമായ FX DJ ടൂൾ ഉപയോഗിച്ച് മാർക്ക് റബയയുടെ സംഗീതം കൂടിയായപ്പോൾ ആവേശം കൊടുമുടി. ഗൂഗിൾ CEO സുന്ദർ പിച്ചയുടെ മുഖ്യപ്രസംഗത്തോടെയായിരുന്നു ഏറെ കാത്തിരുന്ന ഗൂഗിൾ I/O 2024 തുടക്കമായത്. എല്ലാവരുടെയും സഹായത്തിന് AI എന്ന ആശയമാണ് I/O മുന്നോട്ട് വെച്ചത്. ഗൂഗിൾ AI ജെമിനൈ യുഗമാണ് വരാൻ പോകുന്നതെന്ന് സുന്ദർ പിച്ചൈ പറഞ്ഞു. Since then, we introduced the first Gemini models, our most capable yet. They demonstrated state-of-the-art performance on every multimodal benchmark, and that was just the beginning. പിന്നീടങ്ങോട്ട് ഗൂഗിൾ അവതരിപ്പിച്ചത് പുതുമകളുടെ പെരുമഴ. AI അധിഷ്ഠിതമായ ഗൂഗിൾ ഫോട്ടോസിൽ ദിവസേന വരുന്നത് 600 കോടിയിലേറെ ഫോട്ടോകളും വീഡിയോകളുമാണ്. ഫോട്ടോയും വീഡിയോയും തിരയാൻ വോയിസ് അധിഷ്ഠിത AI ടൂളുണ്ട്. ജെമിനൈ 1.5, ഗൂഗിൾ വർക്ക് സ്പേസസ്, മൾട്ടിമോഡൽ AI, പ്രോജക്ട് എസ്ട്ര, ജനറേറ്റീവ് മീഡിയ, വിയോ, ട്രില്യം, സ്പാം കോൾ കണ്ടെത്താനുൾപ്പെടെയുള്ള ജെമിനൈ നാനോ, അങ്ങനെ അത്ഭുതങ്ങളുടെ നിരവധി വാതായനങ്ങളാണ് I/O സമ്മാനിച്ചത്. ഓപ്പൺ AIയുടെ ChatGPTക്ക് സൂപ്പർ ബദലാകാൻ പോകുന്നതാണ് ഗൂഗിൾ ഉൽപ്പന്നങ്ങളെന്ന് ടെക് ലോകം പറയുന്നു. ഫൈനാൻഷ്യൽ ഡെസ്ക് 24. കോട്ടയം ജില്ലയുടെ മലയോര മേഖലയിലെ ജലാശയങ്ങളിലും പോള ശല്യം രൂക്ഷമാകുന്നു. മണിമലയാറ്റിലടക്കം മിക്ക ജലാശയങ്ങളിലും പോള നിറഞ്ഞിരിക്കുകയാണ്. മണിമലയാറ്റിൽ പഴയിടം കോസ്വേക്ക് സമീപത്തെ കാഴ്ചയാണിത്. പോളകൾ കണ്ണെത്താ ദൂരം വ്യാപിച്ചു കിടക്കുന്നു. പുഴയുടെ സ്വാഭാവിക ഒഴുക്ക് തടസ്സപ്പെടുത്തിയാണ് പോള വ്യാപിച്ചിരിക്കുന്നത്. മാലിന്യത്തോടൊപ്പം പോള കൂടിയായതോടെ വലിയ ദുർഗന്ധവും അനുഭവപ്പെടുന്നു. ചെക്ക് ഡാമുള്ള പ്രദേശത്താണ് പോളശല്യം രൂക്ഷം. ഇത് വർഷങ്ങളായിട്ട് ഇങ്ങനെ പായലും പോളയും ആയിട്ട് മണിമലയാറിനെ നശിപ്പിക്കുന്ന ഒരു വിഷവിത്തായിട്ട് മാറിയിരിക്കുകയാണ്. മുൻകാലങ്ങളിൽ ഇതിനേക്കാൾ ചെറിയ പായലുകളായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് പോളയായി. ഇവിടെ ധാരാളം പേർ അലക്കുവാനും കുളിക്കുവാനും ഒക്കെ ഉപയോഗിക്കുന്ന ജലവും ആറുമൊക്കെയാണ്. ഇത് തീർത്തും മലിനമാക്കുന്ന ഒരു പ്രവണതയാണ് കാണുന്നത്. ഇത് ഏത് ഭാഗത്തുനിന്നും ഉണ്ടാകുന്നെങ്കിലും ഇത് സർക്കാരുകളോ അധികാരികളോ ഭാഗത്തു നിന്നൊക്കെ ഇതിനൊരു പരിഹാരം കണ്ടെത്തണം. എല്ലാ വർഷവും ഇങ്ങനെ വരാതെ ഇത് എവിടെ നിന്നുണ്ടാകുന്നു, ഇതിൻ്റെ ഉറവിടം ഇവിടെ നിന്ന് നശിപ്പിക്കാനുള്ള ഒരു മാർഗം ഉണ്ടാവുകയും നാട്ടുകാരുടെയും പൊതുജനങ്ങളുടെയും ജലസ്രോതസ്സാണത്. മണിമലയാറിന് പുറമെ കൈത്തോടുകളിലും പോള കൂടുതലായി വരുന്ന സ്ഥിതിയുണ്ട്. ചിറ്റാറിന്റെ കൈത്തോട്ടിൽ 26-ാം മൈൽ മുതൽ പുതുക്കുഴി വരെ പോള നിറഞ്ഞിരിക്കുകയാണ്. കുട്ടനാടൻ മേഖലയിലെ ജലാശയങ്ങളിൽ മാത്രം കണ്ടുവന്നിരുന്ന പോളകൾ മലയോര മേഖലയിലും നാട്ടുകാരെ ആശങ്കയിലാക്കുന്നു. ശുദ്ധജല ലഭ്യതയ്ക്കടക്കം പോളശല്യം തിരിച്ചടിയാകുന്നുണ്ട്. മഴക്കാലത്തിന് മുൻപ് പോള നീക്കം ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. 24 കോട്ടയം. ഏഷ്യയിലെ ഏറ്റവും വലിയ കരകൗശല പരവതാനി കശ്മീരിലെ ഗുൽമാർഗിൽ നിർമ്മിച്ചു. 2880 ചതുരശ്ര അടിയാണ് പരവതാനിയുടെ വിസ്തീർണം. അതിന്റെ വിശേഷങ്ങളിലേക്ക്. ഏഷ്യയിലെ ഏറ്റവും വലിയ കരകൗശല പരവതാനിയാണ് ഇവർ നെയ്യുന്നത്. കശ്മീരിലെ ഗുൽമാർഗിനടുത്തുള്ള വെയിൽ ക്രാൽപോറ ഗ്രാമത്തിലെ ഒരു കൂട്ടം കരകൗശല വിദഗ്ധരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. 72 അടി നീളവും 40 അടി വീതിയിലുമാണ് പരവതാനി നെയ്യുന്നത്. 2880 ചതുരശ്ര അടി വിസ്തീർണമാണ് പരവതാനിക്ക്. ഇരുപതിലധികം കരകൗശല വിദഗ്ധരുടെ ഒരു സംഘം 9 വർഷത്തിലേറെ സമയമെടുത്താണ് പരവതാനി നെയ്തത്. വർഷങ്ങളായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഇവർ ആദ്യമായാണ് ഇത്രയും വലിയ പരവതാനി നിർമ്മിക്കുന്നത്. ये कारपेट सबसे बड़ा कारपेट है अभी आज की डेट में. ईरान में बना होगा, वुलन में कहीं पे बना होगा, इससे भी कम, लेकिन यहाँ जो है ये सबसे बड़ा कारपेट है. 2880 स्क्वायर फुट है ये कारपेट. 37 करोड़ के ऊपर इसमें टोटल नाट है इस कारपेट में. टोटल 37 करोड़ के ऊपर 37.5 करोड़ के आसपास इसमें नाट है पूरे कारपेट में. ऐसा चीज आज तक बना नहीं है. കൈത്തറി പരവതാനി മേഖലയ്ക്ക് പുത്തൻ പ്രതീക്ഷയാണ് ഇവർ പകർന്നു നൽകുന്നത്. ന്യൂസ് ഡെസ്ക് 24.
മറ്റൊരു റിപ്പോർട്ടിലേക്ക്. ഗുജറാത്ത് വഡോദര ഫത്തേഗഞ്ചിൽ നിന്നുള്ള 75-കാരൻ സുധീർ ഭായ് ഭാവെ നിർമ്മിച്ച കൗതുകകരമായ ഇലക്ട്രിക് സൈക്കിൾ പരിചയപ്പെടാം. ചെയിനില്ലാത്ത സൈക്കിൾ എന്ന പ്രത്യേകതയും ഇതിനുണ്ട്. റിട്ടയർഡ് മെക്കാനിക്കൽ എഞ്ചിനീയറായ സുധീർ ഭായ് ഭാവെ 2 മാസം സമയമെടുത്താണ് ചെയിനില്ലാത്ത ഇലക്ട്രിക് സൈക്കിൾ നിർമ്മിച്ചത്. പെഡലുകൾ ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കാൻ സാധിക്കുന്ന സൈക്കിളിന്റെ മുൻചക്രം വലുതും പിൻചക്രം ചെറുതുമാണ്. മുൻവശത്ത് ചെറിയ ലൈറ്റും ഹോണും സജ്ജമാക്കി. സൈക്കിളിന്റെ വേഗവും ചാർജിംഗും സംബന്ധിച്ച് വിവരങ്ങൾ അറിയാൻ ഘടിപ്പിച്ച ഡിസ്പ്ലേയാണ് പ്രധാന സവിശേഷത. 2016 से साइकिलें अलग अलग किस्म की बनाता हूँ, तो ये मेरी पहली इलेक्ट्रिक व्हीकल है और इसमें मुझे बनाने में 2 महीने करीब लगे और कम से कम 25,000 रुपये का खर्चा आया. 2016 മുതൽ സുധീർ ഭായ് ഭാവെ വ്യത്യസ്ത തരത്തിലുള്ള സൈക്കിളുകൾ നിർമ്മിച്ചു വരുന്നു. ആദ്യത്തെ ചെയിനില്ലാത്ത ഇലക്ട്രിക് സൈക്കിൾ നിർമ്മിക്കാൻ 2 മാസമാണ് വേണ്ടിവന്നത്. 25,000 രൂപയാണ് ചെലവ്. ഒറ്റ ചാർജിംഗിൽ 50 കിലോമീറ്റർ വരെ സഞ്ചരിക്കാം. മണിക്കൂറിൽ 20 കിലോമീറ്ററാണ് വേഗം. 2000 കിലോമീറ്റർ ദൂരമാണ് സൈക്കിളിൽ സുധീർ ഭായ് ഭാവെ ഇതുവരെ സഞ്ചരിച്ചത്. ന്യൂസ് ഡെസ്ക് 24. പ്രഭാത വാർത്ത ഇവിടെ പൂർണ്ണമാകുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.